கொள்கின்றது. ദക്ഷിണ മോളെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മോൾ ആലോചിച്ചോ? എന്ത് കാര്യം വച്ചേ? അത് മോളെ, ഒരാലോചന വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മോളൊന്നും പറഞ്ഞില്ല. എനിക്ക് സമ്മതം വച്ചേ. എന്താ മോളെ പറഞ്ഞേ? എനിക്ക് സമ്മതാണെന്ന്. എൻ്റെ അച്ഛനും അമ്മേന്റെ നല്ലതല്ലേ ചെയ്യൂ, അതുകൊണ്ട് എനിക്കിതിന് സമ്മതമാ. മോളെ, നീ നിന്റെ ഇഷ്ടത്തിന് പറയുവാണോ അതോ ഞങ്ങളെ സങ്കടപ്പെടുത്തണ്ട പറഞ്ഞിട്ട് പറയുവാണോ? അയ്യോ അല്ല അച്ഛൻ, എനിക്ക് സമ്മതം തന്നെയാ. മോള് പയ്യന്റെ ഫോട്ടോ കണ്ടോ? ആ കണ്ടിരുന്നമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പഠിപ്പൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാ മതി. അതൊക്കെ പറ്റും മോളെ, അവനൊരു പ്രൊഫസർ അല്ലേ, അതുകൊണ്ട് പഠിപ്പിലൊക്കെ അവൻ നിന്റെ കൂടെ ഉണ്ടാവും. ആ എനിക്കത് മതി, എനിക്ക് ഓക്കെയാണ്. അപ്പൊ എന്റെ അനിയത്തെ കുട്ടി ലോക്കായി. പോടാ ഏട്ടൻ തണ്ടി. പിന്നെ ഞാൻ എന്റെ അളിയനെന്ന് കണ്ടിരുന്നു. എവിടെന്ന്? അതമ്മ, ഞാനിപ്പോ ജോയിൻ ചെയ്ത കോളേജിലെ പ്രൊഫസറാണ് അവന്. അങ്ങനെ കണ്ടത്. പിന്നെ ദക്ഷിണ മോളെ, ചെക്കന് ഫോട്ടോയില് കാണുന്നതിനെക്കാട്ട് ഹാൻസം ആണ് നേരിട്ട് കാണാന്. എന്റെ അനിയത്തെ കുട്ടിക്ക് നന്നായി ചേരും. ആഹാ, എന്റെ കുഞ്ഞാറ്റക്ക് നാണം വന്നല്ലോ. പോയേട്ടാ. നടക്കട്ടെ. അപ്പൊ നാളെ തന്നെ അവരോട് കാണാൻ വരാൻ പറയട്ടെ. ആ അച്ഛേ പറഞ്ഞോ. ഹലോ വിശ്വ. ആ ജയ്, എന്തായി? അതിക്കിന് ദക്ഷിണ മോൾ ഇഷ്ടായോ? ഇഷ്ടാവാതെ? അവന് നല്ല ഇഷ്ടായിക്കണ്. ദക്ഷിണ മോൾ എന്താ പറഞ്ഞ? ദക്ഷിണ മോൾക്ക് അവൻ ഇഷ്ടപ്പെട്ടു. അവൾ ഓക്കെ പറഞ്ഞു. ആണോ? എന്നാ ഞങ്ങള് നാളെ തന്നെ കാണാൻ വരട്ടെ. ആടാ, വന്നോ? ആ ആയിക്കോട്ടെടാ, ഞാൻ അദ്ദിക്കിനോട് അനുവിനോടൊന്ന് പറയട്ടെ. ആ ഓക്കെ, എന്നാ ശരിടാ, ഞങ്ങൾ നാളെ തന്നെ വരാം. ആടാ ഓക്കെ. ആരായിട്ടാ വിളിച്ചേ? വിശ്വാണ് വിളിച്ചത്. ആണോ? ദക്ഷിതമ്മൾക്ക് ഓക്കെ ആണോ? ആണെന്നാ വിശ്വ പറഞ്ഞത്. ഞാൻ നാളെ തന്നെ വരാന്ന് പറഞ്ഞു അവനോട്. അദ്വൈക്കിനോട് ചോദിച്ചിട്ട് പറഞ്ഞാ പോരായിരുന്നില്ലേ? അവന് തടസ്സമൊന്നും എന്തായാലും പറയില്ലല്ലോ. നീ എന്തായാലും അദ്വൈക്കിനൊന്ന് വിളിച്ചിട്ട് വന്നു. ആ വിളിച്ചിട്ട് വരാം. അദ്വൈ, അദ്വൈ എന്താ അമ്മ? ഒന്ന് താഴോട്ട് വന്നേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ അതാ വരുന്നമ്മ. എന്താ അമ്മ? അത് പിന്നെ അദ്വൈ, കാര്യം പറയും. അതൊന്നുമില്ല, നാളെ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നു. എന്താ? നാളെ പെണ്ണ് കാണാൻ പോകുന്നെന്ന്? നാളെയോ? അച്ഛന് നേരത്തെ പറയുമായിരുന്നില്ലേ നാളെ എക്സാം ആണ്. അതൊന്നും സാരില്ല, നമ്മുടെ കോളേജല്ലേ, ഞാൻ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചോളാം. നമ്മൾ നാളെ പോകുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഓക്കെ, നാളെ 11 മണിക്ക് പോവാ. ആ ഓക്കെ അച്ഛാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി മോളെ, നീയും പോയി കിടന്നോ. ആ അച്ഛേ. അയ്യോ, എന്റെ പെണ്ണ് ഇങ്ങനെ കൊല്ലല്ലേടി. എത്രയും പെട്ടെന്ന് എനിക്കതിനെ തന്നേക്ക് ദേവിയെ. എന്നെ ഇത്രമാത്രം എന്തിനാ നീ നിന്നിലേക്ക് അടുപ്പിക്കുന്നത് പെണ്ണ്? എനിക്കറിയില്ല, ഇന്നേ വരെ എനിക്കൊരു പെണ്ണിനോട് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നീ എന്നെ വല്ലാത്ത ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. ദേവിയെ, ഒരുപാട് വൈകിയല്ലോ. എങ്ങനെ വൈകാതിരിക്കുന്നില്ല? വേണ്ടാത്ത കുറെ ചിന്തകളായിരുന്നില്ലേ മനസ്സിൽ?
ഇന്ന് എന്താണ് അച്ഛയുടെ മോളെ എഴുന്നേൽക്കാൻ വൈകിയത്? അതൊന്നുമില്ല അച്ഛൻ, ഞാൻ കഥ വായിച്ചിട്ട് കുറച്ച് വൈകി ഉറങ്ങാനതാ. ഓ ശരി, അച്ഛയുടെ മോൾ എന്തെങ്കിലും പണിയെല്ലാം തീർത്തിട്ട് പോയി റെഡി ആവാൻ നോക്ക്. അവർ 12 ആകുമ്പോഴേക്ക് എത്തും. ആ അച്ഛേ. അമ്മ ചായ വേണം. ആ നീറ്റ് പറഞ്ഞു, അവിടെ ക്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ എൻ്റെ അമ്മേ? അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയടാ. അപ്പം ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, ഇന്ന് എന്നെ കാണാൻ വരില്ലേ, അതുകൊണ്ട് അവൻ പോയില്ല. ഓ ഐ സി. അജയ് ഒന്ന് വേഗം വാടാ, ടൈമായി. ദാ വരുന്നമ്മ. ഇത് നീ പറയാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയി. ദേ വന്നു. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಯನ್ಮಾನಂ ಪೂತದೆ ತಾರ ಕಣ್ಪೂರ ನೀಯೇ ದಾಂತಾರ ಕಣ್ಣಾರ ಕಾಣ್ಗಿರೇನ್ ಕೂಡ. എന്താ ഏട്ടൻ തണ്ടി ഇത്രയ്ക്ക് ഒരുങ്ങാൻ മാത്രം? നിനക്കല്ലേ കല്യാണം വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ പലതും പറയും, അതൊന്നും നീ കാര്യമാക്കാൻ പാടില്ല. ആ പിന്നെ എന്തായാലും നിന്നെ ആ ചേച്ചി ഇഷ്ടപ്പെടാനൊന്നും പോണില്ല. കുട്ടി പിശാചെ, ചങ്കിൽ കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേ. അമ്മ എന്നെ കാണാൻ കൊള്ളൂലേ? നിനക്ക് എന്താടാ പറ്റിയത്? ആ പിന്നെ നീ വേൾഡ് ബ്യൂട്ടിയുടെ മോനല്ലേ? എൻ്റെ ചെക്കനെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാവും. നീ അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. അല്ലാതെ നിനക്ക് ദക്ഷിത മോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഫോട്ടോയിൽ കണ്ടപ്പോ തന്നെ? അതൊക്കെ നമുക്ക് പിന്നെ ഇറങ്ങാൻ നോക്ക്. ആ അതും ശരിയാ. അതില് ഇനി പറ, നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മ ഞാനൊരു സത്യം പറയട്ടെ. ആ പറയടാ. നിങ്ങൾ ഈ പെൺകുട്ടീനെ കാണുന്ന മുൻപേ ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലല്ല നേരിട്ട്. ആദ്യമായിട്ട് അവളെ ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാ അവൾ എന്റെ പെണ്ണാന്ന്. എന്താ നീ പറഞ്ഞേ? അതെങ്ങനെ പറയാ? അടപ്പാവി, എന്റെ ഏട്ടൻ തന്നെയാണോ ഈ പറയണത്? പെണ്ണുങ്ങളെ കണ്ട നിനക്ക് അലർജി അല്ലേടാ? എന്ന് കരുതി ഞാനും മനുഷ്യനല്ലേ പിള്ളേ. ഓ അപ്പൊ അതാണ് ഫസ്റ്റ് നിന്നോട് കല്യാണക്കാര്യം പറഞ്ഞപ്പോ സമ്മതിക്കാതിരുന്നത്. ആ അച്ഛാ, പിന്നെ ഞാൻ അവളുടെ ഫോട്ടോ കാണുന്നത്, പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനതങ്ങ് സമ്മതിച്ചു. പിന്നെ ഞാൻ അവളെ കണ്ടുപിടിക്കാൻ കുറെ നോക്കിയിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെയാണ് കല്യാണവും കൊണ്ട് വന്നത് നിങ്ങൾ. അതെന്തായാലും നന്നായി, അവള് നല്ല കുട്ടിയാ. ചേച്ചി നല്ലതായിരിക്കും, പക്ഷെ ആ പാകത്തിന് അറിയില്ല ഒരു പ്രാന്തനെയാണ് കെട്ടാൻ പോകുന്നതെന്ന്. ദേ കുട്ടി പുതുമേ, ഒരു കുത്തങ്ങ് വെച്ച് തരും ഞാന്. മിണ്ടാതിരുന്നോ, നീ ഇനി വാ തുറന്ന അപ്പോഴും. വേദുവേ, ദേ അവര് വന്നു. ആ അതെ വരുന്ന വിഷയട്ടാ. വിശ്വ, ജയ്, സുഖാണോ നിനക്ക്? ആടാ, നിനക്കോ? ആടാ സുഖം. നിങ്ങളകത്തേക്ക് വാ. വാ മോനെ. ആങ്കിൾ, സത്യം പറഞ്ഞ ബ്രോക്കർ എന്ന് പറഞ്ഞപ്പോ ഞാൻ നീ ആയിരിക്കുന്നു വിചാരിച്ചെന്നില്ല. പിന്നെ മനസ്സിലായത് നീയാണെന്ന്. അതുകൊണ്ടാ പിന്നെ ഒന്നും നോക്കാതിരുന്ന് തീരുമാനിച്ചത്. ആടാ, എനിക്കപ്പോ മനസ്സിലായില്ല, പിന്നെ മനസ്സിലായത്. അപ്പൊ ഗൈസ്, നിങ്ങൾക്കൊരു സംശയമുണ്ടോ ഇവർക്ക് രണ്ടുപേർക്ക് എങ്ങനെ പരിചയമെന്ന്? അതായത് നമ്മുടെ വിശ്വനാഥും ജയശങ്കറും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി രണ്ടുപേരും കുറച്ച് അകന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ അദ്വീൻ്റെ അമ്മ ദക്ഷിണ കണ്ടിട്ട് അന്വേഷിച്ചല്ലോ. പിന്നെ അവർക്കറിയുന്നൊരു ബ്രോക്കറിനെ വിളിച്ചിട്ട് ദക്ഷിണ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ബ്രോക്കർ വന്നിട്ട് വിശ്വനോട് സംസാരിച്ചു. അങ്ങനെ ഓക്കെ ആക്കി. പിന്നെ നമ്പർ രണ്ടുപേർക്കും കൂടെ പരസ്പരം കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് അവർ രണ്ടുപേരും ആണെന്ന്. അതാണ്, അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ഹായ് അദിക്. ഹായ് ദക്ഷിത്. ജയ്, ഇതെന്റെ മൂത്ത മകന് ദക്ഷിത്. ആടാ മനസ്സിലായി, ഇതെന്റെ ഇളയ മോള് അദ്വൈത. ഓ, ഇവളെന്താ ചെയ്യണ? അവള് കോളേജ് അഡ്മിഷൻ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ആക്കാണ്. ഓ, ഇതെന്റെ വൈഫ് വേദിക. ഇത് അനുഗ്രഹ, എന്റെ വൈഫ്. നിനക്ക് അവളെ അറിയാലോ. ആടാ. വേദു, മോളോട് വരാൻ പറ. ആ ഏട്ടാ, ഞാൻ വിളിച്ചിട്ട് വരാം. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಯನ್ಮಾನಂ ಪೂತದೆ ತಾರ
கண்பூரா நீதான் தாரா கண்ணார காண்கிறேன் புறா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே ദക്ഷിത മോളെ, ആ ഞങ്ങളെയൊക്കെ പരിചയമുണ്ടോ നിനക്ക്? അച്ഛൻ പറഞ്ഞിട്ട് അറിയാൻ മതി. ആ ഓക്കെ. ദക്ഷിത ചേച്ചി, ആ എന്താ ചേച്ചി പഠിക്കുകയാണോ? ആടെ ഫസ്റ്റ് ഇയർ കോളേജ് അഡ്മിഷൻ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആണോ? അപ്പം എൻ്റെ അതേ പ്രായമല്ലേ? അപ്പം ഞാൻ ചേച്ചിയെ നോക്കി വിളിക്കണോ? വേണ്ട, ദക്ഷാന്നോ ദക്ഷിത എന്നൊക്കെ വിളിച്ചാൽ മതി. ഓക്കെ ദക്ഷ. മോൾക്ക് മോനെ ഇഷ്ടായോ? പരമോളെ, അത് പിന്നെ എന്താണേലും ഓപ്പണായി പറഞ്ഞു. ആ ഇഷ്ടായി. അല്ല അപ്പം മോനോ? എനിക്കിഷ്ടമെങ്കിൽ ഓക്കെ. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിശ്വ ആര് പറഞ്ഞു എനിക്ക് സംസാരിക്കണം? മോനെ കൂട്ടിയിട്ട് പോ. ആ അച്ഛാ വായോ. ദക്ഷിത, ആ എൻ്റെ പേരെന്താണെന്നറിയോ നിനക്ക്? ആ അതൊക്കെയൊന്നുമില്ലേ? ആ ഞാനൊരു പ്രൊഫസറാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, തനിക്കെന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോടോ? ആ ഇഷ്ടപ്പെട്ടോ, പക്ഷേ എന്തേ? എനിക്ക് പഠിക്കണം. അതിനെന്താടോ, തൻ്റെ പഠിപ്പൊന്നും ഞാൻ കാരണം മടങ്ങൂല. പിന്നെ താനായിട്ട് തന്നെ ഇരുന്നാൽ മതി. എനിക്ക് വേണ്ടി മാറണമെന്ന് നിൽക്കണ്ട. അപ്പൊ എങ്ങനെയും കാര്യങ്ങളൊക്കെ? നമുക്ക് എൻഗേജ്മെന്റ് ഒന്നും വേണ്ട, നേരെ വിവാഹം നടത്തിയാൽ മതി. ആ എനിക്കും അതാ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ജാതകത്തിന്റെ പൊരുത്തം നോക്കിയിട്ട് വെക്കേഷൻ ടൈമിൽ കല്യാണം നടത്താൻ പറ്റുമോ നോക്കാം. ആ അതാ നല്ലത്. അപ്പൊ അങ്ങനെ ആവട്ടെ, നമുക്ക് നാളെ തന്നെ പണിക്കരെ പോയി കാണാം, എന്നിട്ട് ഡേറ്റ് കൊടുക്കാം. ആ ഞങ്ങൾ നാളെ ഒരു 10 മണിക്ക് വരാം. ആ അത് മതി. അപ്പൊ ശരി, നാളെ കാണാം. ആടാ ശരി. ശരി വേദു. ശരി ചേച്ചി. പോണു അങ്കിൾ ആൻറ്റി ദക്ഷിത. ശരി എന്നാ. ആടാ ശരി. ആ മോനെ ദക്ഷിത, പോയിട്ട് വരാം. ആ കേട്ടാ. അമ്മ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഇറുക്കല്ലേ ചെറുക്ക. എന്റെ സ്വീറ്റ് അമ്മയത് ഞാൻ മനസ്സിൽ കണ്ടത് എന്റെ അമ്മ മാനത്ത് കാണും. എന്താ ഒരു സ്നേഹം അമ്മയ്ക്കും മോനും. കുശുമ്പിന് മരുന്നില്ല അതിഥ മോളെ. നീ പോടാ ഏട്ടൻ തണ്ടി. എനിക്ക് എന്റെ അച്ഛയുണ്ടല്ലോ, അത് മതി. പിന്നല്ല, എന്റെ മോൾക്ക് അച്ഛയുണ്ട്. വായോ.
അത് നീ ഇന്ന് ബൈക്കിൽ പോട്ടാ, ഞങ്ങൾ കാർ എടുക്കും. ആ ഓക്കെ അച്ഛേ. ആ പിന്നെ അതി ഇതിനെ മനു അങ്കിളുടെ വീട്ടിലാക്കി കൊടുക്കട്ടാ. ആ ഓക്കെ. അവള് റെഡി ആയോ അദ്യുത? ആ അതെ വന്നേട്ടാ. അമ്മു, എന്താ ഏട്ടാ? നിനക്ക് അങ്ങോട്ട് പോണോ? എനിക്ക് പോവാൻ താല്പര്യമില്ല. എനിക്ക് ആ പിശാചിന്റെ മുഖം കാണാൻ വയ്യ. എന്നാ ഒരു കാര്യം ചെയ്, ഏട്ടന്റെ കുട്ടീനെ ഞാൻ ദക്ഷിതന്റെ വീട്ടിലാക്കി തരാം. ഓഹോ, ഹാപ്പി കൂടെ എന്റെ പുന്നാരേട്ടൻ ദക്ഷനെ കാണാൻ കൂടിയല്ലേ? ചെറുതായിട്ട് അങ്ങനെയും പറയാം. മനസ്സിലായി. എനിക്ക് എന്തായാലും മനു അങ്ങളുടെ വീട്ടിലേക്ക് പോണ്ട, ദക്ഷന്റെ വീട്ടിലേക്ക് ആക്കി തന്നാ മതി. അവളെ കൂടുതൽ അറിയുകയും ചെയ്യാലോ. നല്ല കുട്ടി. ആയിക്കോട്ടെ. അല്ല ഏട്ടാ. എന്തേ? അല്ല, ഏട്ടന്റെ കല്യാണക്കാരറിഞ്ഞ ആ പൂതന എന്തേലും ഒപ്പിക്കോ? അവൾ എന്തൊപ്പിച്ചിട്ടും കാര്യമില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആ പാവം മനു അങ്കിളും ആയിഷേട്ടനും രണ്ടും അവിടെ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല അമ്മു, നീ അവരുടെ കാര്യങ്ങൾ വിട്ടേക്ക്. വിശ്വ, ജയ് എത്തിയോ? ആടാ, ഞങ്ങൾ പണിക്കാരുടെ വീടിന്റെ ഉമ്മറത്തുണ്ട്. ആണോ? ദേ ഞാൻ അങ്ങോട്ട് വരാം. ആടാ. പണിക്കാരെ, ഇതാണ് ജയശങ്കറും ഭാര്യയും. ഓ ആയിക്കോട്ടെ. മോന്റെ ജാതകം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് പണിക്കരെ. എന്നാ അതിങ്ങ് തരിക, മോളുടെയും തരിക. ദക്ഷിത വിശ്വനാഥ് രോഹിണി നക്ഷത്രം, അദ്യുത് ജയശങ്കർ ആയില്യ നക്ഷത്രം, 10ക്ക് 10 പൊരുത്തം. പക്ഷെ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. പ്രശ്നമോ പണിക്കരെ? രണ്ടാൾക്കും ദശാസന്ധിയാണ്. വിവാഹശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ തളരില്ല. ജീവിതാവസാനം വരെ ഒന്നായി ഉണ്ടാവും. ദൈവം കോർത്തിണക്കിയത് രണ്ടുപേരെയും, ആർക്കും പിരിക്കാനും പറ്റില്ല. പണിക്കരെ നല്ലൊരു തീയതി കുറിച്ച് തന്നിരുന്നെങ്കിൽ. തീയതി അടുത്ത മാസം 24-ാം തീയതി, മുഹൂർത്തം 11-നും 12-നും ഇടയിൽ. എല്ലാ പണിക്കരും ഇത് ഒരുപാട് നേരത്തെ ആയല്ലോ. നേരത്തെ നടത്തണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ദക്ഷതയ്ക്ക് ഒരുപാട് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതിക്കിന്റെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടത്തുക തന്നെ വേണം. ശരി പണിക്കരെ, അങ്ങ് പറഞ്ഞതുപോലെ. ശരി, പൊക്കോളൂ. ഇറങ്ങടി. ആടാ. ആ ഇതാരൊക്കെയാ? ദക്ഷി, താനിന്ന് കോളേജിലേക്ക് പോയില്ലേ? ഇല്ലടോ, അമ്മയും അച്ഛനും പോയേക്കല്ലേ, അതുകൊണ്ട് ദക്ഷിത തനിച്ചാവും, അതുകൊണ്ട് പോയില്ല. ഓ ആണോ? അല്ല, എന്താണ് മുന്നറിയിപ്പില്ലാതൊരു വരവ്? അല്ല, അച്ഛനും അമ്മയും വീട്ടിലില്ലല്ലോ, അപ്പൊ അദ്വൈതനെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെയാ പോവാ? അതാ അവൾ ഇവിടെ ആക്കിയിട്ട് പോവാ വിചാരിച്ചു. ഓ ആണോ? ശരി, രണ്ടുപേരും അകത്തേക്ക് വാ. അളിയ, അവള് മുകളിലാ. അവളെ കുട്ടികൾക്കൊക്കെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക, അപ്പൊ അതിന്റെ തിരക്കില. ഓ വേണേൽ അളിയന്മയിലേക്ക് പൊക്കോ. പോവാൻ പറ്റുമോ? ഇതെന്ത് ചോദ്യം അളിയ? പൊക്കോ. എന്താ? ഓ ജാട. എനിക്കാണോ ഒരു ജാട? നിനക്കല്ലേ? എനിക്കാണോ ജാട? എന്നാൽ നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതിന് എനിക്കറിയില്ലായിരുന്നല്ലോ. അല്ല, നിനക്ക് പറയായിരുന്നല്ലോ. അതെനിക്കും അറിയില്ലായിരുന്നു. എന്നാലും മാഷെ എന്തൊരു ജാടയായിരുന്നു ഇന്നലെ. അതെല്ലാരും ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ പെണ്ണെ? ആയിക്കോട്ടെ. എത്രയാടി നിന്നൊന്ന് കണ്ടിട്ട്. നിങ്ങൾ കാണാൻ വരാത്തോണ്ടല്ലേ. അയ്യോ തുടങ്ങല്ലേ കൊച്ചേ. ഇപ്പായിട്ടൊരു ഉമ്മ തന്നെ. അയ്യടാ, എന്താ പൂതി. നല്ലതല്ലേ? അത്ര നല്ലതല്ല കേട്ടോ. എന്റെ ഏട്ടനുണ്ട്, മര്യാദക്ക് മാറിക്കോ. നിന്റെ ഏട്ടനിപ്പോ എന്റെ പെങ്ങളെ വാങ്ങി നോക്കിയിരിക്കും. ഒരു മതാടി പ്ലീസ്. ശരി.
ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಸುಂದರತರ ವಿರಾಗಧರ ಸುಂದರತರ ವಿರಾಗ ಧರಗರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ അദ്വിക്കേട്ടാ അല്ല ഏട്ടൻ എന്താ ഇവിടെ? അത് അദ്വൈതനാക്കാൻ വന്നതാ. ഓ അമ്മയും അച്ഛനും ഇല്ലാത്തോണ്ടല്ലേ? ആടോ പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത്? നൃത്തം നന്നായിട്ടുണ്ട് എന്ന്. താങ്ക്സ്. ശരി പിള്ളേരെ, ഇനി നമുക്ക് നാളെ പഠിക്കാം. ആ ഓക്കെ ചേച്ചി. എന്നിട്ട് അദ്വൈത എവിടെ? അവള് താഴെയുണ്ട്. ആ എന്നാ നമുക്ക് താഴേക്ക് പോവാം. ആടോ പോവാ. ദക്ഷ, ആ അമ്മ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ദക്ഷിത മോളെ, എന്താ ഏട്ടാ? എന്തായാലും അദ്വൈത ഉണ്ടല്ലോ ഇവിടെ. ഞാൻ കോളേജിലേക്ക് പോട്ടെ, ജോയിൻ ചെയ്തിട്ട് ഒരു ദിവസമേ പോയുള്ളൂ. ആ ശരി ഏട്ടാ, ഏട്ടൻ പൊക്കോ. അദ്വി ഒരു 5 മിനിറ്റ് വെയിറ്റ് ആക്കണേ. ആ ഓക്കെ കിച്ചു, പോയിട്ടോ. ദക്ഷ, ആ പറയമ്മ. അച്ഛനും അമ്മയും വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി ഡോർ തുറക്കട്ടെ. മോളെ ദക്ഷിത എവിടെയാ? ഏട്ടൻ കോളേജിൽ പോയി അച്ഛാ. നിന്നെ തനിച്ചാക്കിട്ടോ? അല്ല അച്ഛേ, അദ്വൈത ഉണ്ട് ഇവിടെ. അദ്വൈതയോ? അവളെപ്പോഴും അങ്ങോട്ട് വന്നത്? കുറച്ചു നേരം ആൻറ്റി, നിങ്ങൾ അകത്തേക്ക് വാ. ഡി പെണ്ണെ, നിന്നോട് മനുവിൻ്റെ അവിടേക്കല്ലേ പോകാൻ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത്? അത് അമ്മയ്ക്ക് അറിയാലോ, എനിക്ക് മനു അങ്കിളുടെ വീട്ടിലേക്ക് പോവാനേ ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് ഇങ്ങോട്ടാക്കി തരാൻ പറഞ്ഞു. അതെന്തായാലും നന്നായി. വരുമ്പോ അദ്വിക് മോനോട് ഇങ്ങോട്ട് വരാൻ പറ. എല്ലാരും കൂടെ ഒരുമിച്ചുള്ളപ്പോ കല്യാണം ഡേറ്റ് പറയുന്നതല്ലേ നല്ലത്. ആ ആയിക്കോട്ടെ. അവനെന്തായാലും ഇവിടെ കൂട്ടാൻ ഇങ്ങോട്ട് വരും. അപ്പൊ തീയതി കുറിച്ചതെല്ലാം പറയാം. അല്ല അച്ഛേ, എപ്പോഴാ കല്യാണം ഉണ്ടാവുക? അദ്വൈതും ദക്ഷിതും കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. ഇന്ന് എക്സാം ആയതുകൊണ്ട് അവർക്ക് ഉച്ചവരെയല്ലേ ഉണ്ടാവുള്ളൂ. ആ ഓക്കെ അച്ഛേ. എന്താ ചെയ്യാൻ വരാൻ പറഞ്ഞത്? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ആദ്യം ഫുഡ് കഴിക്കാം. ആ ഓക്കെ. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಎನ್ಮಾನಂ ಪೂತದೆ ತಾರ கண்பூரா நீதான் தாரா கண்ணார காண்கிறேன் பூரா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே
അഡ്വി എന്താച്ചാ കല്യാണ തീയതി കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഓ ആണോ? എപ്പോഴാച്ചാ കല്യാണം? അത് കിച്ചു കുറച്ച് നേരത്തെയാടാ, അടുത്ത മാസം. അടുത്ത മാസമോ? എന്താ അച്ഛേ പറയണേ? അത് മോളെ പണിക്കർ പറഞ്ഞ തീയതി തന്നെ നടത്തണം പറഞ്ഞു. അപ്പൊ തീയതി ഏതാച്ചേ? 24. 24ഓ? ഇത് ഒരുപാട് നേരത്തെ ആയില്ല അച്ഛാ. ഞങ്ങളും അത് പണിക്കരോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അടുത്ത മാസം 24 തന്നെ നടത്തണമെന്നാ. കുഞ്ഞാറ്റി പണിക്കർ പറഞ്ഞതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ആക്കിയത്. നീ ടെൻഷനൊന്നും ആവണ്ട. ശരി ഏട്ടാ. അല്ല അതിക് മോൻ ഇനിയും ഒന്നും പറഞ്ഞില്ല. എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്. ശരി എന്നാ വിശ്വ, ഞങ്ങൾ പോട്ടെ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ആടാ പോയിട്ട് വാ. എത്രയും പെട്ടെന്ന് കല്യാണ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആടാ.